രൂപ ഉണ്ടായിരുന്നു. പൈസയ്ക്ക് എന്തോ ഒരു സാധനം മേടിച്ചിട്ട് വിറ്റ് എത്ര 20% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പോൾ ഒരു പൈസ കിട്ടി. ഈ പൈസയ്ക്ക് എന്ത് ചെയ്തു? ഇപ്പോൾ അടുത്ത സാധനം മേടിച്ചിട്ട് ആ സാധനം എത്ര രൂപയ്ക്കാണ് കൊടുത്തത്? 30% ലാഭത്തിൽ ഇൻക്രീസ്ഡ് ആക്കിയാണ് വിറ്റത്. സോ അതിന്റെ ഫലമായിട്ട് ഇവിടെ എന്ത് വരുന്നു? പൈസ വരും. അപ്പം നമ്മൾ ചോദിക്കുന്നത് എന്തുവാ? ഇപ്പം കയ്യിലൊരു എമൗണ്ട് വന്നിപ്പോലെ. സോ അത് എന്താണ്? ഓക്കെ, പ്രോഫിറ്റ് എമൗണ്ട് ആയിരുന്നു അയാളെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എമൗണ്ട് വന്ന് നിൽപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ ഫോർമുല x+y+xy/100. ആദ്യം 20% ഇൻക്രീസ്ഡ് അല്ല, ഡിക്രീസ്ഡ് ആണ് മൈനസ്. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് ആണ് പ്ലസ്. -20 × 30 / 100. 10 - 6 എന്ന് വരും, which is equal to 4% ആണ് ലാഭം കിട്ടിയത്. ഓക്കെ, 4% ലാഭം കിട്ടി. അപ്പോൾ ലാഭം എത്ര ആയിരിക്കും? 4% ലാഭം. ഇത് പോസിറ്റീവ് വന്നിരിക്കുന്ന ലാഭമാണ്. സോ 4% ലാഭം, ദാറ്റ് ഇസ് എന്തിൻ്റെ? 42.30. ദാറ്റ് ഇസ് 1680 രൂപയാണ് ഇപ്പോൾ വന്ന ലാഭം. വെട്ടിയെടുക്കുകയാണ്. സോ ആ വൃത്തത്തിന്റെ റേഡിയസ് എത്ര? വെട്ടിയെടുക്കുന്ന ആ ഒരു സെക്ടറിന്റെ റേഡിയസ് എന്തുമായിരിക്കും? 15.75 തന്നെയായിരിക്കും. സോ അതല്ലേ പറഞ്ഞിട്ടുള്ളത്, 15.7 സെന്റിമീറ്റർ. എല്ലാം സെന്റിമീറ്റർ തന്നെ ചോദിക്കുന്നു, നമുക്ക് ആവശ്യമില്ല. സോ സെക്ടർ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന്റെ ആർക്ക് ലെങ്ത് അഥവാ എൽ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 11 സെന്റിമീറ്റർ ആണ്. ഈ സാധനത്തിന്റെ ഏരിയ എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ½ ഇൻറ്റു റേഡിയസ് ഇൻറ്റു ആർക്ക് ലെങ്ത്. സോ ½ ഇൻറ്റു റേഡിയസ് ഇവിടെ എത്ര? 15.75 ഇൻറ്റു 11. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കുക. ഇതിന്റെ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാനുള്ളതാണ്. 15 ഇൻറ്റു എന്ത് ചെയ്യാനാണ് ഞാനൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതിന് 15, 75 അതുപോലെ എഴുതുക. ഞാനിപ്പോൾ പോയിന്റ് പരിഗണിക്കുന്നില്ല. നമുക്ക് പോയിന്റ് അവസാനം 2 സാധനം മാറ്റി ഉത്തരം. കാരണം എന്ന് വെച്ചാൽ ഇതേ ഇൻറ്റു എന്ത് ചെയ്താലും ഇത് അത് നമുക്കിപ്പം 15.75 × 11 ചെയ്യാൻ, 15.75 × 11 ചെയ്യാം, 2 സാധനം മാറ്റി ഉത്തരം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 15.75 × 11 ചെയ്യാം. സോ അതിനുവേണ്ടി അറിയാമല്ലോ, 15 കൊണ്ട് ചെയ്യാനായിട്ട് എല്ലാ സംഖ്യ ഇങ്ങനെ ഓർഡർ എഴുതിയാൽ മതി. കണ്ടോ, ഇതിന് ഇത് ചെയ്യാം. 5 7 5 12 7 5 12 1 16 7 13 17 325 2 സാധനം മാറ്റി ഉത്തരമാണല്ലോ. സോ ഇതാണ് ഉത്തരം. ഇനി നമ്മൾ ഇതിന്റെ ഹാഫ് കൂടെ എടുക്കണം. ഇതെങ്ങനെ വരും? ½ ഇൻറ്റു. സോ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എങ്ങനെ ചെയ്യും? സോ അതിനുവേണ്ടി ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ സംഖ്യയുടെ ഹാഫ് എടുത്താൽ മതി. ആദ്യം ഞാൻ 100, ഇതെങ്ങനെ ഈ സംഖ്യ എങ്ങനെ? 100 70 3.25 അങ്ങനെ ആഡ് ചെയ്ത് വെച്ചിരിക്കല്ലേ. 100ന്റെ പകുതി 50, 70ന്റെ പകുതി എത്ര? 35, 3ന്റെ പകുതി 1.5. ഓരോ ടേമിന്റെയും ഹാഫ് എടുക്കാം. 1.5. 0.25ന്റെ പകുതി എടുക്കാം. 0.25ന്റെ പകുതി എടുക്കാൻ വേണ്ടി ഞാൻ 25ന്റെ പകുതി എടുത്തിട്ട് 2 സാധനം മാറ്റി കുത്തിട്ടാൽ പോയി. 25ന്റെ പകുതി എന്ന് പറയുന്നത് 12.5. 25ന്റെ പകുതി 12.5 ആണ്. നമുക്ക് 2 സാധനം മാറ്റി കുത്തണം. സോ അതുകൊണ്ട് തന്നെ ഈ കുത്ത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത് എന്ത് പറ്റും? അപ്പോൾ യഥാർത്ഥ വാല്യൂ എത്ര? 0.125. സോ അതോടെ എഴുതാം 0.125 ചെയ്യാം. 5 ആ വിലയെ 20% ഇൻക്രീസ്ഡ് ആക്കി ഒരു വില ഉണ്ടാക്കി. എന്നിട്ട് ഇതിൽ നിന്നും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്രയോ ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഒരു വാല്യൂട്ട് എത്തും. എന്നിട്ട് ഈ ആദ്യം മേടിച്ച വാല്യൂ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12% ആണ് പ്രോഫിറ്റ്. നമ്മൾ ചെയ്യുന്ന ഡിസ്കൗണ്ട് എത്ര കൊടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാലോ, എക്സ് പ്ലസ് ഇവിടെ -y ആണ് വരുന്നത്. സോ -y പ്ലസ് x ഇൻറ്റു y ഡിവൈഡ് ബൈ 100 വിച്ച് ഇസ് ഈക്വൽ ടു 12. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് നമ്മുടെ പ്രശ്നം പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേ ഫ്രാക്ഷണൽ വാല്യൂസിൻ്റെ എന്താ പെർസെൻറ്റേജ് കാണാൻ വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 100 കൊണ്ട് ഡിവൈഡും ചെയ്യാം. 8 കൊണ്ട് വെട്ടാം. ഒരെട്ടിട്ട് 40 ഇങ്ങോട്ട് വരും. I8 40. ദാറ്റ് ഈസ് ഇതെങ്ങനെ വരും? 1/15 × 100. 1/15 എത്ര? 1/15 × 100 എന്ന് വരും. 1/15 × 100 എന്ന് പറഞ്ഞാൽ എത്ര? 6.666 എന്ന. സോ അതുകൊണ്ട് തന്നെ 6.666 ആണ് ശതമാനം.